ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? ഞാൻ മുടക്കുന്ന പണം നഷ്ടപ്പെടുമോ എന്ന പേടിയല്ലേ? മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഇടിയാം എന്നുള്ളത് തന്നെയാണ് ഒരു സാധാരണക്കാരനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്നാൽ വിപണിയിലെ ഈ റിസ്ക് പൂർണ്ണമായും ഇല്ലാതാക്കി നമ്മൾ മുടക്കിയ അസൽ പണം കയ്യിൽ സുരക്ഷിതമായി വെച്ചുകൊണ്ട് ബാക്കി തുക മാത്രം ഷെയർ മാർക്കറ്റിൽ വളരാൻ അനുവദിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതാണ് സീറോ കോസ്റ്റ് ഇക്വിറ്റി സ്ട്രാറ്റജി. പ്രശസ്ത ധനകാര്യ വിദഗ്ധൻ റജി തോമസ് സാർ ഇപ്പോഴും ഊന്നി പറയുന്ന ഈ സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വിപണിയിൽ നിന്ന് നമ്മുടെ സ്വന്തം പോക്കറ്റിലെ പണം നഷ്ടപ്പെടാതെ എങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. സീറോ കോസ്റ്റ് ഇക്വിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമായി തോന്നാം. വളരെ ലളിതമായി ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഈ സ്ട്രാറ്റജി എന്താണെന്ന് റജി തോമസ് സാർ വിശദീകരിക്കുന്നു. സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന ഈക്വിറ്റി സ്ട്രാറ്റജി നമ്മൾ ചോദിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. നമ്മൾ 100 രൂപ കൊടുത്ത് 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങിക്കുന്നു. അപ്പൊ 100 എണ്ണം അതുപോലെ വാങ്ങിക്കുന്നു. സോ 100 × 100 നമുക്ക് 10,000 രൂപയുടെ ടോട്ടൽ കോസ്റ്റ് ആകുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കിന്റെ വില 200 രൂപയായിട്ട് മാറുന്നു. സമയമെടുക്കുന്നു, 200 രൂപയായിട്ട് മാറുന്നു. അപ്പം നമ്മൾ ഈ 200 രൂപയുടെ മതിപ്പുള്ള ഈ സ്റ്റോക്കിന്റെ ഒരു 50 സ്റ്റോക്ക് നമ്മൾ അങ്ങ് വിൽക്കുകയാണ്. അപ്പൊ 50 × 200 നമുക്ക് ആദ്യം മുതലീട്ടായിട്ട് നമ്മൾ ഇട്ട ആ 10,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടി. ബാക്കിയുള്ള 50 സ്റ്റോക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഇറ്റ് ഈസ് ലൈക്ക് റണ്ണിങ് ഓൺ ദ മാർക്കറ്റ് മണി or it is like zero cost because അതിനായിട്ട് നമ്മളായിട്ട് ഒന്നും ചെലവായിട്ടില്ല. But the remaining 50 is considered to be zero cost because the price of the share has multiplied. ഇതാണ് ഫണ്ടമെന്റലി വളരെ സിമ്പിൾ ആയിട്ടുള്ള സീറോ കോസ്റ്റ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയും. ഇത് ഇങ്ങനെ മാറാനായിട്ടുള്ള സാധ്യത നോർമലായിട്ട് അത്ര വേഗമായിട്ട് ഇത് നടക്കത്തില്ല. ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഫോർ ദിസ് സ്ട്രാറ്റജി ടു ഇവോൾവ്. ഓൾസോ ഇതിനിടയിൽ കൂടെ നമ്മളെ ഡിവിഡൻസ് ബോണസ് ഷെയർസ് ഒക്കെ കിട്ടുവാണെങ്കിൽ, പർട്ടിക്കുലർലി ബോണസ് ഷെയർസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതും നമുക്ക് സീറോ കാസ്റ്റിൽ കിട്ടുന്ന ഷെയർസ് ആണ്. ഡിവിഡൻഡ് അല്ല, ബോണസ് ഷെയർസ്. സോ ഒരു കമ്പനി നമ്മൾ ഷെയർ ഹോൾഡർ ആണ്, 10 ഷെയർ വെച്ചിട്ടുണ്ട്, 1:2, 1:3 എന്നൊക്കെ ഈ ബോണസ് ഇഷ്യൂ അവർ അനൗൺസ് ചെയ്യുമ്പോൾ ആ ബോണസ് ഷെയർസ് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് സീറോ കാസ്റ്റിലാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ വൺ ടൈപ്പ് ഓഫ് സീറോ കാസ്റ്റ് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് നമുക്ക് പറയാം. നമ്മൾ വാങ്ങിയ ഒരു ഓഹരിയുടെ വില ഇരട്ടിയാകുമ്പോൾ പകുതി വിറ്റ് അസൽ പണം മാറ്റുക എന്നതാണ് ഇതിന്റെ രീതി. എന്നാൽ ഒരു ഓഹരി 20 or 30 മാത്രം ഉയർന്നു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് ഇടിയാൻ തുടങ്ങുമ്പോൾ ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ഇപ്പൊ ക്രിസ്റ്റീന ചോദിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 to 30% ആ സ്റ്റോക്കിന്റെ വില കൂടിയിരിക്കുമ്പോൾ ഈ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. യൂസ്വലായിട്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സീറോ കോസ്റ്റ് നമുക്ക് കിട്ടണം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം എന്നുള്ളെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിന്റെ വില ക്ലോസ് ടു 100% കൂടിയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ അതുപോലെ തന്നെയായിരുന്നു. 100 രൂപയ്ക്കുള്ള സ്റ്റോക്ക് 200 രൂപയ്ക്ക് പോകണം, എന്നാലേ ആ സീറോ കോസ്റ്റിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ക്രിസ്റ്റീന ചോദിച്ചത് 20 to 30% അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 20 to 30% അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ട്രിം ദ പ്രോഫിറ്റ്സ്. കിട്ടിയ കുറച്ച് ലാഭത്തിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ബാക്കിയുള്ളത് റൺ ചെയ്യുക. സോ ഒരു പ്രോഫിറ്റ് അടിസ്ഥാനത്തിൽ നമ്മളൊരു റേഷ്യോ പറയാൻ പറ്റുവാണെങ്കിൽ 20 to 30% നമ്മൾ പൊതുവെ ട്രിം ദ പ്രോഫിറ്റ്സ്, ഇച്ചിരി പ്രോഫിറ്റ് വെളിയെടുക്കുക. അറ്റ് 50% പാർഷ്യൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക. അറ്റ് 100% almost zero cost investment strategy ചെയ്യാം. At 200% just book either you book everything or continue to let the profits run. So ഇതായിരിക്കും നമ്മുടെ റൂൾ ഓഫ് ദ തമ്പ്, ഈ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക്കുള്ള റൂൾ ഓഫ് ദ തമ്പ്. നിക്ഷേപകരുടെ വലിയൊരു പ്രശ്നമാണ് ഗ്രീഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ ലാഭം വേണമെന്ന ആഗ്രഹം. ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ അത് വിറ്റ് അസൽ പണം മാറ്റാൻ പലർക്കും മടിയാണ്. ഇങ്ങനെയുള്ള ഇമോഷൻസിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് സാർ വിശദീകരിക്കുന്നു. പൊതുവെ നമ്മൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗിൽ നമ്മൾ പറയുവാണെങ്കിൽ ക്രിസ്റ്റീന, ഇതിൽ ഈ ആൽഫബറ്റിക്കൽ ഡെഫിനിഷൻസ് ഉണ്ട്. സോ അതുപോലെ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗിൽ EFGH എന്ന് നമ്മൾ പറയും. ഇമോഷൻ, ഫിയർ, ഗ്രീഡ്, ഹോപ്പ്. അതില് ഒരു ഇൻവെസ്റ്ററിനെ ഒരു ബാഡ് ഇൻവെസ്റ്ററായിട്ട് ഉണ്ടാക്കുന്നത് ആ ഗ്രീഡ് കോൺസെപ്റ്റ് ആണ്. ഈ ഗ്രീഡ് എന്തുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്ററിൽ വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. പൊതുവെ ഒരു ഇൻവെസ്റ്റർ, there are very few investors ഒരുപാട് ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ
തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ഔട്ട് ഓഫ് ദിയർ ഇമോഷൻ, ഔട്ട് ഓഫ് ദിയർ ഫിയർ, സംടൈംസ് ഔട്ട് ഓഫ് ഹോപ്പ്. മറ്റൊരു പലരും പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുക, ഒരു കൺവിക്ഷൻ ഇല്ലാതെ അത് വാങ്ങിക്കുക. സംടൈംസ് യു ആർ സ്റ്റക്ക് ഓൺ ദറ്റ് സ്റ്റോക്ക്. സംടൈംസ് നമുക്ക് ആ സ്റ്റോക്ക് വില കുറഞ്ഞു പോയി നമുക്ക് നഷ്ടങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. നമുക്ക് ഹോൾഡിംഗ് പീരീഡ് ചിലപ്പം ഒത്തുവരത്തില്ല. വി ആർ മോർ ഇൻ ദ ഇൻസ്റ്റന്റ് വേൾഡ് അല്ലേ, ഇപ്പം എല്ലാം ഇൻസ്റ്റന്റ് ആണ്. സോ അങ്ങനെ ഇൻസ്റ്റന്റ് പ്രോഫിറ്റ്സിൽ ഒരു ആശപ്പെടുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഞാൻ കാണാറുണ്ട്. സോ ഇവർക്കൊക്കെ ഈ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് വളരെ സവറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ അവർ പറയുന്ന ഈ മാർക്കറ്റിലൊക്കെ കാശിട്ടാൽ നമുക്ക് ലാഭം കിട്ടാനില്ല. സോ കിട്ടിയ ആ ഒരു സംടൈംസ് യു ഇൻവെസ്റ്റ് ഇൻ ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിന്റെ വില അങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ, ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇത് ഇത്രയും കൂടിയല്ലോ, ഇത്രയും ഒരു കയറ്റം കയറിയല്ലോ, അപ്പൊ ഇനിയും കുറച്ചുകൂടെ ആ സ്റ്റോക്ക് ഒന്ന് റൺ ചെയ്യാൻ വിട്ടാല് സംടൈംസ് നമുക്ക് വിട്ടുപോയ കാശ് അല്ല നഷ്ടപ്പെട്ട കുറെ കാശിന്റെ ഒരു മുതൽ ഇതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ റണ്ണപ്പ് നമ്മൾ അലോ ചെയ്യുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫൻ ദാൻ നോട്ട് ഈ ഗ്രീഡാണ്, ദിസ് വി കോൾ എസ് ഗ്രീഡ്. ഈ ഗ്രീഡ് ടു നോട്ട് ബുക്ക് പ്രോഫിറ്റ്സ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഡ്രോബാക്സ് ദാറ്റ് റിയലൈസ് ലോസസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. പിന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ അങ്ങ് ലോങ് ടേമിൽ നമുക്ക് വിട്ടേക്കാം, എന്റെ കൊച്ചുമോൻ വരട്ടെ, എന്റെ പേരക്കുട്ടി വരട്ടെ, അവനായിട്ട് ഇത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സെൽഫ് കോൺസലേഷൻ മോഡിൽ വരുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഞാൻ കാണാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ദർ ഇസ് എ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പയർ അല്ലെ ഒരു നെല്ല് നമ്മൾ സോ ചെയ്യുവാണെങ്കിൽ അതിനൊരു കുറിപ്പിട്ട ടൈം ഫ്രെയിം ഉണ്ട്. അതിനകത്ത് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു കമ്പൾഷൻ ഉണ്ട്. അതങ്ങനെ ആ നെല്ല് ഒരു 10 വർഷത്തിന് നമ്മുടെ ആ ഫീൽഡിൽ തന്നെ അവിടെ വെച്ചിരുന്നാൽ അതിന് 2 ഇരട്ടി കൂടുമോ എന്ന് ചോദിച്ചാൽ കൂടത്തില്ല. ഇൻഫാക്ട് ഇറ്റ് ഡൈസ് ഓഫ്. ഷുഗർ കെയിൻ ഒരു 1 ഇയറിൽ കൂടുതൽ അവിടെ കരിമ്പ് അവിടെ നട്ടു അവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ വെച്ചോണ്ടിരുന്നാല് എന്റെ പേരക്കുട്ടി വരട്ടെ, അവനത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കട്ടെ, അവന് കിട്ടുന്ന ആ ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് അത് വെയിറ്റ് ചെയ്താൽ ഇറ്റ് മേ നോട്ട് ഓൾവേസ് വർക്ക് ടു യുവർ ബെനിഫിറ്റ്, ബിക്കോസ് അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതുപോലാണ് ഈ പ്രോഫിറ്റ്സ്. ഈ പ്രോഫിറ്റ്സ് വരുന്നതോറും നമ്മൾ സീറോ കാസ്റ്റ് ഇൻവെസ്റ്റിംഗ് പറഞ്ഞ പോലെ 20 to 30 ഇച്ചിരി ട്രിം ചെയ്യണം, 50% പാർഷ്യലായിട്ട് ബുക്ക് ചെയ്യണം, 100% സീറോ കാസ്റ്റ് ആക്കണം, ആൻഡ് സോ ഓൺ. സോ ഇറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ടു ബുക്ക് പ്രോഫിറ്റ്സ് ആസ് ആൻഡ് വെൻ യു ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി. രണ്ടാമത് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് പലർക്കും ഈ നോട്ട്ബുക്കിൽ ഡെയിലി മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും രൂപയ്ക്ക് വാങ്ങിച്ച് ഇപ്പൊ കൂടിയിട്ടുണ്ട്, ആ പ്രോഫിറ്റ് ഞാൻ ഡെയിലി കണ്ട് സമാധാനത്തോടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയാറുള്ളവരുണ്ട്. പക്ഷെ ലെറ്റ് മീ ടെൽ യു, ദ ടേസ്റ്റ് ഓഫ് റിയൽ പ്രോഫിറ്റ്സ് ബീങ് ബുക്ക്ഡ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പ്രോഫിറ്റ്സ് ദാറ്റ് റിയലൈസ്ഡ് ഇൻ ദ ബുക്ക്. യു മസ്റ്റ് എൻജോയ് യുവർ പ്രോഫിറ്റ്സ്. ദാറ്റ് ഈസ് ദ മോർ ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഞാൻ പറയാ. സോ ലോ ഓഫ് എൻലെസ് റിട്ടേൺസ് ഒന്നും എങ്ങുമില്ല. സോ ഐ തിങ്ക് ഇവൻച്വലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടെ തന്നെയാണ് ഒരു ഇൻവെസ്റ്റർ ഈ മാർക്കറ്റിനകത്ത് വരേണ്ടത് എന്നുള്ളതാണ് ആദ്യമേ ഫസ്റ്റ് ലെസൺ ഇസ് ദാറ്റ് ലേൺ ടു ബുക്ക് യുവർ പ്രോഫിറ്റ്സ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ഉള്ളത് എന്നുള്ളത് നമുക്ക് ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി എ വെരി ക്ലിയർ ലെസൺ ടു ഓൾ ഇൻവെസ്റ്റേഴ്സ്. ഈ സീറോ കോസ്റ്റ് രീതി എല്ലാത്തരം ഓഹരികളിലും പരീക്ഷിക്കാൻ പറ്റുമോ എന്നത് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. അതോ ലോങ് ടൈം വളർച്ചയുള്ള വലിയ കമ്പനികളിൽ മാത്രമാണോ ഇത് ചെയ്യേണ്ടതെന്നും പെന്നി സ്റ്റോക്കുകളിൽ ഇത് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ച ഈ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ലാർജ് ക്യാപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പെനി സ്റ്റോക്സിൽ നമ്മൾ എംപ്ലോയ് ചെയ്താൽ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി ട്രൈ ഔട്ട് ചെയ്താൽ എന്ത് നടക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ബട്ട് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, ഈ സീറോ കാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇസ് ടൈലർ മെയ്ഡ് ഫോർ പെനി സ്റ്റോക്സ് ഓൺലി. എന്താണെന്ന് വെച്ചാൽ ഈ ലാർജ് ക്യാപ് സ്റ്റോക്സ് ഓർ ഹ്യൂജ് മാർക്കറ്റ് ക്യാപ് ഉള്ള സ്റ്റോക്സ് ആർ പ്രൈമറിലി ഒരു കോമ്പൗണ്ടിങ്, ലോങ് ടേം കോമ്പൗണ്ടിങ്ങിന് ആവശ്യപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ് ഈ ലാർജ് ക്യാപ് സ്റ്റോക്സ് ഉള്ളത്. അല്ലെ ലാർജ് ക്യാപ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് ലോങ്ങർ ടേം കോമ്പൗണ്ടിങ് ഓഫ് പ്രൈസ് എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ. സോ യു ഡോണ്ട് ട്രൈ ടു അപ്ലൈ. പൊതുവെ ഈ ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നമ്മൾ സീറോ കാസ്റ്റ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്യാറില്ല. ദിസ് zero cost investment strategy primarily is tailor made
ഫോർ പെനി സ്റ്റോക്സ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ വില വളരെ കുറച്ചുള്ള വില, അതുകൊണ്ടാണ് അതിന്റെ പേര് പെനി സ്റ്റോക്സ് എന്നുള്ളത്. അപ്പോൾ ഈ പെനി സ്റ്റോക്സിന്റെ പ്രൈസ് കൂടാനായിട്ടോ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടോ ഡബിൾ ചെയ്യാനായിട്ടോ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു 10 രൂപ സ്റ്റോക്കിന്റെ, 12 രൂപ സ്റ്റോക്കിന്റെ, 25 രൂപ സ്റ്റോക്ക് ഒരു 48 രൂപ ആകാനുള്ള വളരെ ക്വിക്കായിട്ടുള്ളതാണ്. ഒരു 10 രൂപ സ്റ്റോക്ക് 15 രൂപ 20 രൂപ ആകാനുള്ള ഒരു പോസിബിലിറ്റി ഇസ് ഗുഡ് ആ കമ്പനി പെർഫോമൻസ് നടന്നിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ ആൻഡ് അപ്രോച്ചബിൾ, ആപ്ലിക്കബിൾ ഫോർ സ്മോൾ ക്യാപ് സ്റ്റോക്സ് rather than for large cap stocks. ലാർജ് ക്യാപ്സ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൽ ഇത് ട്രൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാൻ വളരെ കുറവാണ്. സോ ഇറ്റ് ഈസ് ഫോർ കോമ്പൗണ്ടിങ് ഓഫ് ഗ്രോത്ത്. വെറസ് ഈ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി പെനി സ്റ്റോക്സിനുള്ളതാണ്. ഇറ്റ്സ് ടൈലർ മെയ്ഡ് ഫോർ ദാറ്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ വെറുതെ പണം മുടക്കുക മാത്രമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നമ്മുടെ അസൽ പണം എപ്പോൾ തിരികെ എടുക്കണം എന്ന് അറിയുന്നത് കൂടിയാണെന്ന് മനസ്സിലായി. സീറോ റിസ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ കെട്ടിപ്പടുക്കാൻ ഈ സീറോ കോസ്റ്റ് ഇക്വിറ്റി സ്ട്രാറ്റജി എല്ലാവരെയും സഹായിക്കുമെന്ന് ഉറപ്പാണ്. നമ്മുടെ പേടി മാറ്റിവെച്ച് കൃത്യമായ അച്ചടക്കത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാർക്കറ്റ് നമുക്ക് ലാഭം തരും. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലൻ ഫിനാൻഷ്യൽ ടോപ്പിക്കുമായി കാണാം. നന്ദി.